വെൽക്കം ടു SJ അക്കാഡമി. അപ്പോൾ കാറ്റേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എക്സാമിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം എക്സാമിന് മുമ്പ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മലയാളമാണ്. LP-UP കാറ്റേറ്റ് മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കാവ്യാസ്വാദന പ്രവർത്തനത്തിൽ കേൾവി പരിമിതിയുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് ഏറ്റവും യോജിച്ച രീതി ഏത്? ഓപ്ഷൻ എ, മാഗ്നിഫയർ പോലെയുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കുക. ഓപ്ഷൻ ബി, മെൻ്റൽ ഇമേജ് സാധ്യമാവുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, വീഡിയോകൾ ഉപയോഗിക്കുക. ഓപ്ഷൻ സി, കവിതയുടെ ആസ്വാദന അംശങ്ങൾ ടീച്ചർ വിവരിച്ചു നൽകുക. ഓപ്ഷൻ ഡി, ഇവയെല്ലാം. അപ്പോൾ ഇതിലെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. മെൻ്റൽ ഇമേജ് സാധ്യമാവുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, വീഡിയോകൾ ഉപയോഗിക്കുക. സെക്കൻഡ് വൺ, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് ആരുടെ വരികളാണ്? ഓപ്ഷൻ എ, കുമാരനാശാൻ. ഓപ്ഷൻ ബി, വൈലോപ്പിള്ളി. ഓപ്ഷൻ സി, ജി ശങ്കരക്കുറുപ്പ്. ഓപ്ഷൻ ഡി, വയലാർ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വയലാർ. തേർഡ് വൺ, പഠന പ്രവർത്തനങ്ങളിലെ കുട്ടികളുടെ പങ്കാളിത്തം, മികവുകൾ, പരിമിതികൾ തുടങ്ങിയവ അധ്യാപിക രേഖപ്പെടുത്തുന്നത് എവിടെ? ഓപ്ഷൻ എ, ടീച്ചിങ് മാനുവലിലെ വിലയിരുത്തൽ പേജിൽ. ഓപ്ഷൻ ബി, ടീച്ചിങ് മാനുവലിലെ പ്രക്രിയ പേജിൽ. ഓപ്ഷൻ സി, പ്രോഗ്രസ് കാർഡിൽ. ഓപ്ഷൻ ഡി, ടീച്ചർ വേർഷനിൽ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ടീച്ചിങ് മാനുവലിലെ വിലയിരുത്തൽ പേജിലാണ് രേഖപ്പെടുത്തുന്നത്. ഫോർത്ത് വൺ, ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം വിഭാഗക്കാരെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൽ പരിഗണിക്കേണ്ടത്? ഓപ്ഷൻ എ, സാമൂഹ്യ സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾ. ഓപ്ഷൻ ബി, ഭിന്നശേഷിക്കാരായ കുട്ടികൾ. ഓപ്ഷൻ സി, പ്രതിഭാധനരായ കുട്ടികൾ. ഓപ്ഷൻ ഡി, ഇവരെല്ലാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഇവരെല്ലാം. ഫിഫ്ത്ത് വൺ, ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും എന്ന പഴഞ്ചൊല്ലിലൂടെ വ്യക്തമാക്കുന്ന ആശയം എന്ത്? ഓപ്ഷൻ എ, കഠിനാധ്വാനത്തിന് ഉറപ്പായും ഫലം ലഭിക്കും. ഓപ്ഷൻ ബി, ദുഷ്കർമ്മത്തിന് അതനുസരിച്ചുള്ള ഫലം ലഭിക്കും. ഓപ്ഷൻ സി, കുറ്റം ചെയ്യാതെ ശിക്ഷിക്കപ്പെടുക. ഓപ്ഷൻ ഡി, ആഗ്രഹിച്ചതിന് വിപരീതമായി കാര്യം നടക്കുക. അപ്പോൾ ഇതിലെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ദുഷ്കർമ്മത്തിന് അതനുസരിച്ചുള്ള ഫലം ലഭിക്കും. സിക്സ്ത് വൺ, ദൈവം എന്ന ദുരന്ത നായകൻ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഓപ്ഷൻ എ, ചെറുകഥ. ഓപ്ഷൻ ബി, നോവൽ. ഓപ്ഷൻ സി, ആത്മകഥ. ഓപ്ഷൻ ഡി, നാടകം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നോവൽ. സെവൻത് വൺ, ചുവടെ പറയുന്നവയിൽ നിരന്തര മൂല്യനിർണ്ണയ പ്രക്രിയയുടെ സവിശേഷതകളിൽ പെടുന്നത് ഏത്? ഓപ്ഷൻ എ, ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പഠിതാവിനെ പ്രവേശിപ്പിക്കുന്നതിന്. ഓപ്ഷൻ ബി, നിശ്ചിത സമയത്തിനുള്ളിൽ ആർജിച്ച ശേഷികൾ പ്രയോഗിക്കുന്നതിന് അവസരം. ഓപ്ഷൻ സി, നിശ്ചിത കാലയളവിൽ കുട്ടികൾ നേടിയ പഠന നേട്ടങ്ങൾ വിലയിരുത്താൻ. ഓപ്ഷൻ ഡി, പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങൾക്കും സ്വയം വിലയിരുത്തുന്നതിന് അവസരം. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങൾക്കും സ്വയം വിലയിരുത്തുന്നതിന് അവസരം. എയ്ത്ത് വൺ, ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസത്തിനായി ഭാഷാ ക്ലാസ്സിൽ നൽകുന്നതിന് ഏറ്റവും യോജിച്ച പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ, സെമിനാർ. ഓപ്ഷൻ ബി, അഭിമുഖം. ഓപ്ഷൻ സി, ജേർണലുകൾ തയ്യാറാക്കൽ. ഓപ്ഷൻ ഡി, നാടകാവിഷ്കാരം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നാടകാവിഷ്കാരം. നയൻത് വൺ, ചുവടെ നൽകിയവയിൽ വളം വെച്ച് കൊടുക്കുക എന്ന ശൈലി ശരിയായി പ്രയോഗിച്ചത് ഏതു വാക്യത്തിലാണ്? ഓപ്ഷൻ എ, യഥാസമയം വളം വെച്ച് കൊടുത്താൽ കർഷകർക്ക് നല്ല വിളവ് കിട്ടും. ഓപ്ഷൻ ബി, കതിരിൽ വളം വെച്ച് കൊടുത്ത പോലെ അയാൾ തകർന്നു പോയി. ഓപ്ഷൻ സി,
കുട്ടികളുടെ ദുശീലങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് നല്ലതല്ല. ഓപ്ഷൻ ഡി, നെല്ലിന് വളം വെച്ച് കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് കൂട്ടുകൃഷി പരാജയമായത്. അപ്പോൾ ഇതിൽ വായിക്കുമ്പോൾ തന്നെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഓപ്ഷൻ സി ആണ്, കുട്ടികളുടെ ദുശീലങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് നല്ലതല്ല. 10th വൺ, താഴെ പറയുന്നവയിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പഠന പുരോഗതിക്ക് ഏറ്റവും അനുകൂലമായ സമീപനം ഏത്? ഓപ്ഷൻ എ, കുഞ്ഞുങ്ങളെ അവരുടെ പരിമിതികളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. ഓപ്ഷൻ ബി, കുട്ടികൾക്കായി എപ്പോഴും പ്രത്യേകം ക്ലാസ് നൽകുക. ഓപ്ഷൻ സി, കുട്ടികൾക്ക് നേരനുഭവം ലഭിക്കുന്ന രീതിയിൽ അനുരൂപീകരണം നടത്തണം. ഓപ്ഷൻ ഡി, അവരോട് സഹതാപത്തോടെ പെരുമാറണം. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, കുട്ടികൾക്ക് നേരനുഭവം ലഭിക്കുന്ന രീതിയിൽ അനുരൂപീകരണം നടത്തണം. ഇന്ന് മലയാളത്തിൻ്റെ 10 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിലെ നെക്സ്റ്റ് സബ്ജക്റ്റിൻ്റെ 10 ക്വസ്റ്റ്യനുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.